അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മഹാനായ അഹ്മദ് ബിൻ അത്വാഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലാ തങ്ങളുടെ ഹികം അത്വാഇയ്യ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തൊന്ന്, ഇബാറാത്തുഹും ഇമ്മാ ലി ഫയലാനി വജ്ദീൻ ഔ ലി ഖസ്ദി ഹിദായത്തി മുരീദീൻ. ഫൽ അവ്വലു ഹാലു സാലിക്കീൻ വസ്സാനി ഹാലു അർബാബിൽ മുക്നത്തി വൽ മുഹഖഖീൻ. സൂഫികളുടെ സംസാരങ്ങളെക്കുറിച്ചാണ് ഈ ഹിക്മത്ത് പറയുന്നത്. അവരുടെ ഇബാറാത്ത് ഇമ്മാലി ഫയലാനി വജ്ദീൻ, അവരുടെ അമിതമായ സ്നേഹത്തിൽ നിന്ന് വരുന്ന ദൈവിക പ്രേമത്തിൻ്റെ പാരമ്യതയിൽ നിന്ന് വരുന്ന, അത് ഒഴുകിയത് കാരണത്താൽ വരുന്ന വാക്കുകളായിരിക്കും. അല്ലെങ്കിൽ ഔലി ഖസ്ദി ഹിദായത്തി മുരീദീൻ, അല്ലെങ്കിൽ മുരീദിനെ ഹിദായത്തിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള വാക്കുകളായിരിക്കും. സൂഫികളുടെ സംസാരത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ചില സൂഫികൾ ചില അവസരത്തിൽ നമുക്ക് പ്രാപ്യമല്ലാത്ത, അല്ലെങ്കിൽ ചിന്തിക്കാൻ സാധിക്കാത്ത, ശരീഅത്തിനോട് വിരുദ്ധമെന്ന് തോന്നുന്ന സംസാരങ്ങൾ സൂഫികളുടെ പക്കൽ നിന്നുണ്ടാകും. എന്നാലോ വേറെ കുറേ സൂഫികൾ അല്ലാത്ത സാധാരണ പോലുള്ള വാക്യങ്ങളുണ്ടാകും. അപ്പോൾ ഈ ഒന്നാമത് പറഞ്ഞതാണ് ഹാലു സാലിക്കീന, അതിങ്ങനെ ഈ പടി കയറുന്ന ആളുകളുടെ, സാലിക്കീങ്ങളുടെ അവസ്ഥയാണ്. രണ്ടാമത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് അടുക്കാത്തതുകൊണ്ടൊന്നല്ല, അള്ളാഹുവിനോട് അടുത്ത് ഇതിൻ്റെ പാരമ്യത്തിലെത്തിയ ആളുകളിൽ നിന്നാണ്, അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഉയർച്ച എത്തിയ ആളുകളിൽ നിന്നാണ് എന്തുണ്ടാവുക, മുരീദിനെ ഉദ്ദേശിച്ചിട്ടുള്ള നല്ല വാക്കുകൾ ഉണ്ടാവുക. അസ്സാനി ഹാലു അർബാബിൽ മുക്നത്തി വൽ മുഹഖഖീൻ, മുഹഖഖീങ്ങളായ എല്ലാം തികഞ്ഞ ആളുകളുടെ അവസ്ഥയാണ്. അപ്പോൾ സൂഫികൾ രണ്ട് തരത്തിൽ സംസാരിച്ചേക്കാം. നമ്മൾ ചിലപ്പോൾ മജ്ദൂബ് എന്നൊക്കെ പറയും ചില ആളുകളെ കുറിച്ച്. അതെന്താ? അള്ളാഹുവിനോടുള്ള പ്രേമത്തിൽ, സ്നേഹത്തിൽ, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച് അതിനിടയിൽ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാനാകാതെ ഒന്നുകിൽ ബുദ്ധിയെ ബാധിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ബാധിക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ഒരു ജദ്ബ്. ചിലപ്പോൾ അത് അമിതമായി തക്ലീഫില്ലാത്ത സാധാരണ മജ്നൂനിൻ്റെ അവസ്ഥയിലേക്ക് തന്നെ ഒരാളെത്താം. അതല്ലാതെ തന്നെ ചില സമയങ്ങളിൽ ചില ആൾക്കാർ, ചില സൂഫികൾ ഇങ്ങനത്തെ വാക്കുകളൊക്കെ പുറപ്പെടുവിക്കും. ളാഹിർ ശരീഅത്തിനോട് ചിലപ്പോൾ എതിരായിരിക്കും. നമ്മളൊക്കെ ശതഹാസ് എന്ന പേരിൽ ചിലപ്പോൾ സൂഫികളെ കുറിച്ചൊക്കെ അത് പറയാറുണ്ട്. ചിലപ്പോൾ സുബ്ഹാനി, മാഫിൽ കൗനി ഇല്ലല്ലാ എന്നുള്ള പറച്ചിലുകളൊക്കെ, ഈ പറച്ചിലുകൾ അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങി വേറെ പലതും ഉണ്ടാവും. മഹാനായ ഇബ്നു അറബി തങ്ങളെ തൊട്ട് വേറെ കുറേ ആളുകളെ തൊട്ടൊക്കെ ശതഹാത്ത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഹല്ലാജുൽ മൻസൂറിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം ഇങ്ങനെ ഈ ബുദ്ധിയില്ലാത്ത അവസ്ഥയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രൂപത്തിൽ വാക്യങ്ങൾ സംസാരിക്കുക എന്നത് പൂർണ്ണതയുടെ അടയാളമല്ല. അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള അടുപ്പം കൊണ്ടാണ്. പക്ഷേ ആ അടുപ്പത്തിൽ സ്വന്തത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്തതിൽ നിന്ന് വരുന്ന വാക്യങ്ങളാണ്. എന്നാൽ അതേസമയം ഈ അടുപ്പമൊക്കെ കരസ്ഥമാക്കുകയും, അല്ലെങ്കിൽ അതിലേറെ അടുപ്പം കരസ്ഥമാക്കുകയും, എന്നിട്ടും സ്വന്തത്തെ നിയന്ത്രിക്കുകയും ആ സ്നേഹത്തിൽ സമനില തെറ്റാതിരിക്കുകയും ചെയ്ത് അതോടൊപ്പം സൃഷ്ടികളോടുള്ള ബാധ്യതകളൊക്കെ നിർവഹിച്ച് സമൂഹത്തിൽ ഇടപെടേണ്ടതൊക്കെ ഇടപെട്ട്
ഹിദായത്ത് നൽകേണ്ടവർക്കൊക്കെ ഹിദായത്ത് നൽകി അതിനനുസരിച്ചിട്ടുള്ള വാക്കുകൾ മാത്രം സംസാരിക്കുക എന്നുള്ളതാണ് മുഹഖ്ഖീങ്ങളായ ആളുകളുടെ അവസ്ഥ, ശൈലി, രീതി. മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തൊക്കെ കാണിച്ചു തന്ന പ്രധാന മാർഗം ഇതായിരുന്നു അല്ലേ? പ്രവാചകർ ഇത്തരത്തിലൊരു ഇബാദത്ത് നടത്തിയതായിട്ട് നമുക്ക് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ലല്ലോ, നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ പറയാറുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും പാരമ്യത്തിലെത്തി. മിഅ്റാജിൽ അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തി അള്ളാഹുവിനെ കണ്ടു. യഥാർത്ഥത്തിൽ അത്ര ഒരു സൂഫി എത്തിയിട്ടുണ്ടാവില്ല. അത്ര ഉയർച്ചയിലെത്തിയിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടേക്ക് തന്നെയാണ് വരുന്നത്? ഭൂമിയിലേക്ക് തന്നെയാണ് വന്നത്. ഖൽഖിൻ്റെ കൂടെ അവരുടെ ബാധ്യതകൾ അല്ലെങ്കിൽ അവരോടുള്ള കടമകൾ ഇതൊക്കെ നിർവഹിച്ചിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഏത് ഉയർച്ചയിലെത്തുമ്പോഴും ആ ഒരു സമനില കാത്തു സൂക്ഷിക്കുന്ന സൂഫികളാണ് യഥാർത്ഥത്തിലുള്ള എത്തിയ ആളുകൾ. മറ്റുള്ളവർ ആക്ഷേപിക്കപ്പെടേണ്ടവരല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായം ഉണ്ടാവും. ആ ന്യായങ്ങൾ വകവെച്ചുകൊണ്ട് നമ്മൾ അവരെ അംഗീകരിക്കും. അങ്ങനെയാണ് എല്ലാ ഈ ശതഹാത്തിൻ്റെ വിഷയത്തിലും മറ്റൊക്കെ നമ്മുടെ പണ്ഡിതന്മാരെടുത്ത നിലപാടതായിരുന്നു. അതിൻ്റെ ളാഹിർ ശരീഅത്തിനോട് എതിരാവുന്നുണ്ടെങ്കിൽ ആ വാക്ക് മറ്റുള്ളവർക്ക് ഇങ്ങനെ പറഞ്ഞു നടക്കാനോ മറ്റുള്ളവർക്ക് ഇങ്ങനെ ആഘോഷിക്കാനോ പറ്റൂല. അവർ പ്രശ്നക്കാരാണോ? അല്ല, അവർക്ക് നമ്മൾ ന്യായം വെച്ചു കൊടുക്കും. കാരണം അവർ ഈ അവസ്ഥയിൽ ഫനാഇൻ്റെ അവസ്ഥയിൽ ഉച്ചരിച്ച വാക്യങ്ങളാണ് എന്നതിനാൽ. ഓക്കെ, അതാണ് ഇബാറത്തുഹും ഇമ്മാലി ഫയലാനി വജിദിൻ ഔ ലി ഖസ്ദി ഹിദായത്തി മുരീദിൻ. അപ്പോൾ ഒരു ടീമിൻ്റെ ചില വാക്കുകൾ എന്തായിരിക്കും? ഫയലാൻ വജിദ് കാരണത്താലായിരിക്കും. മറ്റു ചിലതോ അല്ലെങ്കിൽ വേറൊരു ടീമിൻ്റെതോ ഹിദായത്ത് മുരീദ്. ഇതിലേതാണ് ഉഷാർ? ഹിദായത്ത് മുരീദ് എന്നുള്ളതാണ് മുന്നിൽ നിൽക്കുന്നത്. ഇതിൽ കുറേ സംഭവങ്ങൾ കാണാം. വെറും ഇങ്ങനത്തെ സംസാരങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ ഈ മഹബത്ത് ഇങ്ങനെ അധികരിച്ച്, ഉദാഹരണത്തിന് ഇപ്പോൾ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലാ തങ്ങളുടെ ഉസ്താദിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവമൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സംനൂൻ എന്നൊരു സാലിക് സൂഫി അദ്ദേഹം പറയുന്നുണ്ട്, വലൈസ ലീ സിവാക ഹദ്ദുൻ ഫകൈം ഫമാ ശിഅത ഫഖ്തബിർനി. അല്ലാഹുവേ, ആ സ്നേഹത്തിൽ പറഞ്ഞ വാക്കാണ്, എനിക്ക് നീ മാത്രം മതി, വേറെ ഒരു കാര്യക്ക് വേണ്ട. ഫകൈഫ മാ ശിഅത ഫഖ്തബിർനി, എങ്ങനെച്ചാ എന്നെ പരീക്ഷിച്ചോ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആലയോട് പറയുന്നുണ്ട്. സുന്നൻ എന്നവർ എന്നെ എങ്ങനെ പരീക്ഷിച്ചാലും കുഴപ്പമില്ല, അപ്പോൾ എന്നെ പരീക്ഷിച്ചോളൂ എന്ന് അള്ളാഹുവിനോട് പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തിന് ഒരു രോഗമെത്തി എന്നുള്ളതാണ്. മൂത്രക്കല്ലിൻ്റെ അല്ലെങ്കിൽ അൽ ഹബ്സാനിൽ ബൗൽ, മൂത്രം പുറത്തേക്ക് വരാതിരിക്കുന്ന ഒരു അസുഖം വന്നെത്തി. അദ്ദേഹം കുറേ സഹിച്ചു. പിന്നീട് ഇത് വേദന സഹിക്കാൻ വയ്യാതെ അദ്ദേഹം കുട്ടികളോടൊക്കെ തൻ്റെ ചുറ്റുമുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞിരുന്നതാണ്, കദബ അമ്മുക്കും, ഞാൻ പറഞ്ഞത് കളവായിപ്പോയി എന്ന് പറഞ്ഞാൽ എനിക്കിത് എന്താക്കാൻ സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ള രൂപത്തിൽ അദ്ദേഹം സംസാരിച്ചിരുന്നു എന്നാണ്. അപ്പോൾ അദ്ദേഹം ആ ഒരു ഫയലാനിൽ വജിദിൽ നിന്നുണ്ടായ ഒരു വാക്കായിരുന്നു. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനിൽ നിന്ന് അല്ലെങ്കിൽ പൂർണ്ണതയിലെത്തിയ ഒരു മനുഷ്യനിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഇതിനെക്കുറിച്ച് പിന്നീടുള്ള സൂഫി വര്യന്മാരൊക്കെ പറഞ്ഞത് കാണാം. ഫഖ്തബിർനി എന്നുള്ളതിന് പകരം ഫാഫ്വാനി എന്നൊക്കെ അദ്ദേഹം പറയുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ മഹാനായ അബുൽ അബ്ബാസുൽ മുർസി തങ്ങൾ വഹദത്തുൽ വജൂദിനെ കുറിച്ച് വന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിച്ച ഒരാളോട് ഇങ്ങനെ പറയുന്നത് കാണാം, ഇന്നറത്തൽ ഇബാറത്തല്ലത്തി ലാ ലൗമ ഫീഹാ ഫല്യകുനിൽ ഫർഖ അലാ ലിസാനിക മൗജൂദ വൽ ജംഉ ഫീ ബാത്തിനിക മഷ്ഹൂദ എന്ന് പറഞ്ഞാൽ അള്ളാഹുവില്ലാതെ ഒന്നുമില്ല, ലോകത്തൊന്നുമില്ല എന്നുള്ള വാക്ക് തഅ്വീലിന് സാധ്യമായ എന്ന് പറഞ്ഞാൽ അതിനൊരു തഅ്വീലിലേക്ക് നിന്നിട്ടില്ലെങ്കിൽ അത് പ്രശ്നമാണ്.
ലോകത്ത് അള്ളാഹു അല്ലാതെ ഒന്നുമില്ല എന്നുള്ളത് അള്ളാഹുവിൻ്റെ മഖ്ലൂഖാത്തിനെ തന്നെ നിഷേധിക്കലാണ്. വേറെ കുറേ പ്രശ്നങ്ങൾ അതിലൂടെ വരുന്നുണ്ട്. അപ്പോൾ അതല്ല, തഅ്വീലിന് സാധ്യമായ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള വുജൂദ് ആർക്ക് മാത്രമാണ്, അള്ളാഹുവിന് മാത്രമാണ് എന്നുള്ള രൂപത്തിലൊക്കെ തഅ്വീലിന് സാധ്യമായ വാക്യങ്ങളാണെങ്കിൽ അത് പുറത്തേക്ക് പറയരുത്. അത് എവിടെ പറയാം? നിൻ്റെ ഉള്ളിലായിരിക്കോട്ടെ, ഇരുന്നോട്ടെ, ഈ അങ്ങനെ മനസ്സിലായിക്കോ, പക്ഷെ അത് ആരോട് പറയരുത്, പുറത്തേക്ക് പറയരുത് എന്ന് അബുൽ അബ്ബാസ് മുർസി. അപ്പോൾ ഫർക്ക് ലിസാനിൽ മൗജൂദാവണം. സംസാരിക്കുകയാണെങ്കിൽ ആൾക്കാരുടെ വർത്തമാനം പറയുകയാണെങ്കിൽ എന്ത് വേണം? ആ ഫർക്കോടെ തന്നെ പറയണം. നിൻ്റെ ഉള്ളിൽ ആജം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. പൂർണ്ണത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, ധാരാളം സൂഫി വര്യന്മാരൊക്കെ അവരുടെ ജീവിതങ്ങളിലൊക്കെ ദുന്യാവിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ ഒപ്പം നടന്ന് സമൂഹത്തിനോടൊപ്പം നടന്ന് അവരിലുള്ള ഒരാളായി ബാധ്യതകളൊക്കെ നിർവഹിച്ച് അങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ് പൂർണ്ണത. അൽ മുഅ്മിനുല്ലദി യുഖാലിത്തുന്നാസ വ യസ്ബിറു അലാ അദാഹും ഖൈറും മിനൽ മുഅ്മിനില്ലദി ലാ യുഖാലിത്തുന്നാസ വലാ യസ്ബിറു അലാ അദാഹും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. അപ്പോൾ സമൂഹത്തിനിടയിൽ ഇങ്ങനെ ജീവിച്ച് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്ത് അവരുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്നതൊക്കെ കൽപ്പിച്ച് അങ്ങനെ നടക്കുക എന്നുള്ളതാണ്, അങ്ങനത്തെ മുഅ്മിനാണ് ഏറ്റവും ശ്രേഷ്ഠ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. മഹാനായ ഇമാം ഷാദിലി തങ്ങളുടെ പക്കൽ ഒരാൾ വരുന്നുണ്ട്, ഇതേപോലെ ഒരു സാലിക്ക്, ഒരു ഫക്കീർ. അപ്പോൾ ഇമാം ഷാദിലി തങ്ങൾ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച രൂപത്തിലാണ് ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ വൃത്തിയുള്ള ഉഷാറ് വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടാണ് മുന്നിലിരിക്കുന്നത്. അപ്പോൾ ഈ ഫക്കീർ വന്നിട്ട് പറഞ്ഞു, മാ ഉബിദല്ലാഹു ബി മിസ്ലി ഹാദൽ ലിബാസില്ലദി അലൈക്ക്. എന്ത് വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ളത്? ഇതൊന്നല്ലല്ലോ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, അല്ലെങ്കിൽ അള്ളാഹു ഇബാദത്ത് ചെയ്യപ്പെടുന്നത് ഇതിനു വേണ്ടിയിട്ടല്ലല്ലോ. അള്ളാഹു ഇബാദത്ത് ചെയ്യപ്പെടുന്നത് ഇത്തരത്തിൽ ഭംഗിയും ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊണ്ട് നടക്കാനല്ലല്ലോ എന്ന് മഹാനായ ഷാദിലി, അബുൽ ഹസൻ ഷാദിലി തങ്ങളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, വലാ ഉബിദ ബി മിസ്ലി ഹാദല്ലദി അലൈക്ക്. ഇത്തരത്തിൽ ചീഞ്ഞടിഞ്ഞ അല്ലെങ്കിൽ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാനുമല്ല എന്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യപ്പെടുന്നതെന്ന്. എന്നിട്ട് മഹാനായ ഷാദിലി ഇമാം പറയുന്നുണ്ട് അതിന് ശേഷം, ഞാൻ ഈ നല്ല വസ്ത്രം ഇടുമ്പോൾ എൻ്റെ വസ്ത്രം ഒരു കാര്യം അറിയിക്കുന്നുണ്ട്. അന ഒനിയുനാനിന്നാസ്. ജനങ്ങളെ മുന്നിലേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങളെ, നിങ്ങളിലേക്കൊന്നും എന്നെ ആവശ്യമില്ല, ഞാൻ ആവശ്യമില്ല, നിങ്ങളെ പക്കലിൽ നിന്നൊന്നും ഒന്നും എനിക്ക് തരേണ്ട, ഞാൻ ഒനിയാണ് എന്നൊരു കാര്യം ഞാൻ പറയാതെ എൻ്റെ ശരീരം വിളിച്ചോതുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ശരീരം, ഞാനിതാ അന വനിയുൻ അന ഫഖീറുൻ ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് ആവശ്യമുള്ള ആളാണ് എന്നാണ് നിങ്ങളുടെ വസ്ത്രം കണ്ടാൽ ജനങ്ങൾക്ക് മനസ്സിലാകുക. അപ്പോൾ ഇതാണ് ഖൈർ എന്ന് മഹാനായ അബുൽ ഹസൻ ഷാദിലി തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ദുനിയാവും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അതൊക്കെ ഉപയോഗിക്കേണ്ട രൂപത്തിൽ ഉപയോഗിച്ച് അതിലൊക്കെ അള്ളാഹുവിനെ കണ്ടെത്തി അള്ളാഹുവിന് ശുക്ർ എന്നതൊക്കെ നടത്തി, എന്നാലോ അള്ളാഹുവിനോടുള്ള ഖുർബിൽ വേണ്ട എന്നുള്ളതല്ല, അതൊക്കെ പാലിച്ച് അതോടൊപ്പം ഇതൊക്കെ സൂക്ഷിക്കുമ്പോഴാണ് പൂർണ്ണത എന്നുള്ളതാണ്. അതാണ് സ്വഹാബത്തിൻ്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഒക്കെ മാതൃക. മറ്റേത് ന്യൂനതയല്ല, പൂർണ്ണത അല്ലെന്ന് മാത്രം. ശുക്രൻ, ജസാക്കുമുല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.